KSRTC ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. വടകര സ്വദേശി സവാദാണ് തൃശൂരിൽ അറസ്റ്റിലായത്. തൃശൂർ ഈസ്റ്റ് പോലീസിൽ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. 2023 സമാന കേസിൽ ഇയാൾ പോലീസ് പിടിയിലായിരുന്നു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചെയ്യുന്നുണ്ട്. ലെവിൻ, ഈ പ്രതി നമുക്കറിയാം സമൂഹമാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വൈറലായതാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും ഒക്കെ തന്നെ. ഇപ്പോൾ അതേ കേസിൽ തന്നെ അറസ്റ്റിലായിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അഞ്ജലി, 2023 സിനിമ അഭിനേത്രി കൂടിയായിട്ടുള്ള ഒരു യുവതിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ ഇയാൾ അറസ്റ്റിലാവുകയും അന്ന് ഏറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഇയാൾ കേസിൽ പ്രതിയായി റിമാൻഡിൽ പോയ സമയത്ത് മെൻസ് അസോസിയേഷൻ എന്നുള്ള സംഘടന ഇയാൾക്ക് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമ്പോൾ സ്വീകരണവും മറ്റും നൽകി. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു കൂട്ടം ആളുകൾ ഇയാളെ പിന്തുണയ്ക്കുകയും വലിയ പ്രോത്സാഹനം നൽകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്തു. അതേ കേസിൽ സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇയാൾ തന്നെ വീണ്ടും സമാനമായ കേസിൽ മറ്റൊരു സ്ത്രീക്ക് നേരെ അതിക്രമം നടത്തി പരാതിയെ തുടർന്ന് അറസ്റ്റിലായിരിക്കുന്നത്. 14-നാണ് സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളം ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് വന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ വെച്ച് യാത്രികയായ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു കോഴിക്കോട് വടകര സ്വദേശിയായിട്ടുള്ള സവാദ്. ഈ യുവതി ബസ്സിൽ അതിക്രമം തുടർന്നതോടുകൂടി തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ എയ്ഡ് പോസ്റ്റിലെത്തി പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിക്കുകയും പോലീസ് തൃശൂർ ഈസ്റ്റ് പോലീസിൽ വിവരമറിയിച്ച് ഇയാളെ കൈയോടുകൂടി തന്നെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. സംഭവത്തിൽ ഇയാൾക്കെതിരെ വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്നും കേസെടുത്ത് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുകയാണെന്നുമാണ് ഈസ്റ്റ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും തുടർച്ചയായി സമാനമായ സംഭവങ്ങളിൽ ലൈംഗിക അതിക്രമങ്ങളിൽ യുവതികൾക്ക് നേരെ അതിക്രമം നടത്തിയ കേസിലാണ് സവാദ് അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾക്ക് ഇത്തവണയും സ്വീകരണം നൽകാൻ ഏതൊക്കെ സംഘടനകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലാണ് ഇനി കണ്ടറിയേണ്ട കാര്യം. അഞ്ജലി.